എന്ന് പറഞ്ഞാൽ എനിക്ക് പപ്പായ അങ്ങനെ ഒരു സിറ്റുവേഷനിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അതിനെപ്പറ്റി യാതൊരു ബോധ്യമില്ല. അത്രയും ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് പപ്പയും മമ്മിയും എന്നെ വിളിച്ചിട്ട് കോഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ തിരിച്ചറിയുന്ന ദിവസം അതാ. അതുവരെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു, മമ്മി ഇത്രയ്ക്കും വീക്കായോ നമ്മൾ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും മമ്മി അന്നാണ് എൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നോട് പറയണത്. അപ്പോഴത്തേക്കിനും എൻ്റെ ഇപ്പം ഈ കറണ്ട്ലി ഉള്ള വീട് ബാങ്കിൽ വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോണ് ഏകദേശം ഒരു 10-14 ലക്ഷം രൂപയോളത്തിലുള്ള ലോണായിരുന്നു. അപ്പം സഹകരണ ബാങ്കിൽ ലോൺ വെച്ചിരിക്കുകയാണ്. അപ്പം അത് ഏകദേശം ജപ്തിയുടെ സീൻസ് ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ മമ്മി പപ്പയും മെൻ്റലി ബ്രോക്കായിരുന്നു. ഞാൻ എന്നിട്ട് മമ്മി ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഇതാക്കിയിരിക്കുക. ആ സമയത്താണ് ഞാനിപ്പോൾ ഈ വീട്ടിൽ അവിടെ ഇരുന്ന് ഗെയിം കളിക്കുമ്പോൾ ആരും എൻ്റെ അടുത്തൊന്നും പറയത്തില്ല. ആ സമയത്തൊരു ഫോൺ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ഈ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ആകെ ബ്ലാങ്ക് ഔട്ടായി. എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, എന്തെങ്കിലും ചെയ്യണം, ഇനി ഇത് ശരിയാവത്തില്ല എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മനസ്സിലൊക്കെ ഉറപ്പിച്ചിട്ട് അപ്പോഴും നമ്മൾ മറ്റേ ഈ കളിച്ച് നടക്കുന്ന പ്രായം വേണ്ടി ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് രാത്രി വന്നിട്ട് കൂട്ടുകാരൻ വിളിച്ചിട്ട് കളിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ ഇതൊക്കെ മറന്നു.